മക്കളെ, നമ്മുടെ റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 ഫിസിക്സിലെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. പക്ഷെ ചെറിയ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ +2യുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ ക്വസ്റ്റ്യനിൽ നമുക്കൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു 1-2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെ ഈ സെഷന്റെ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷനാണ്. അവസാനം വരെയും ചെയ്യുക. ആദ്യത്തെ ഭാഗത്ത് ചിലപ്പോൾ കുറെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അതെന്ത് ചെയ്യുക, എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോവുക. ജസ്റ്റ് വെറുതെ കേട്ടിരിക്കാനല്ല, ചെയ്തു പോവുക. അറിയാവുന്നതാണെങ്കിലും ചെയ്യുക. അവസാനം വരുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂമറിക്കൽസും NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി തീരുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അധികം ടൈം കളയാതെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമുക്കറിയാം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പറയേണ്ട ആവശ്യമില്ല അല്ലേ, 3 ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലേ, ഏതൊക്കെയാണ്? ഡയ, പാര, ഫെറോ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചാപ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെയാണ് ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ഈ ചാപ്റ്റർ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, പക്കയാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം തന്നെ ചെയ്യാണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയറിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ? വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല അല്ലേ. പക്ഷേ വെബർ കേട്ടിട്ടില്ല നിങ്ങൾ? വെബർ ആരെ യൂണിറ്റാ? അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. വെബർ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ വെബർ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് അല്ലേ. പക്ഷെ ഇവിടെ വെബർ അല്ലല്ലോ തന്നിരിക്കുന്നത്, വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. എങ്ങനെയാന്ന് ചോദിക്കട്ടെ. ടെസ്ല ആരെ യൂണിറ്റാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, എങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക എന്താണ് ഫൈ കണ്ടുപിടിക്കുക ഇക്വേഷൻ അല്ലേ. B.A ആണ് അല്ലേ, അല്ലെ BA എന്ന് പറയാം. നമുക്ക് ആ ഡോട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫൈ ഈക്വൽ ടു B.A യൂണിറ്റ് അല്ലേ വെബർ. നമുക്കിവിടെ വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അറിയോ? ദാ ഈ ഇക്വേഷനെ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏരിയ അല്ലേ, ഏരിയ വെച്ച് വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ ദാ ഏരിയ ക്യാൻസൽ ആയി പോയി. അപ്പൊ എനിക്ക് B എന്ന് കിട്ടിയില്ലേ. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്, വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ല എന്നാണ്. പക്ഷേ മാഗ്നറ്റിക് ഫ്ലക്സ് വെച്ച് നിങ്ങൾ നോക്കുക അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും പറയാം ടെസ്ല പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെയാണ് നമ്മൾ വെബർ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ, ടെസ്ല പെർ മീറ്റർ സ്ക്വയർ അല്ല, സോറി, ടെസ്ല മീറ്റർ സ്ക്വയർ, അതിനെയാണ് നമ്മൾ വെബർ എന്ന് വിളിക്കുക. അതിനൊരു മീറ്റർ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് വീണ്ടും വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നായില്ലേ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ വന്നാലേ അങ്ങനെ ഒരു ഇക്വേഷൻ വരുള്ളൂ. അത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. പക്ഷേ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക, നമ്മളിപ്പോൾ ചെയ്തില്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ, ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും കൂടി വിളിക്കാം. എന്താ വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. 2 കാര്യങ്ങൾ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളായിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റും കൂടിയാണ് അല്ലെ വെബർ. വെബർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ, പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ക്ലിയർ അല്ലേ മക്കളെ? ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ദ വാല്യൂ ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. റിലേറ്റീവ് പെർമിയബിലിറ്റി, അതിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സാർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം
റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലേ മക്കളെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അല്ലേ? ആരൊക്കെയാണ്? ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഫെറോമാഗ്നറ്റിക് ഉണ്ട്. ഡയാ, പാര, ഫെറോ അല്ലേ? ഇതിൽ ഓരോരുത്തരുടെയും കേസ് അല്ലേ പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഞാൻ എന്താ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി അവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി എന്തായിരിക്കും? 0യുടെയും 1ന്റെയും ഗ്യാപ്പിലല്ലേ വരാ? <<1 അല്ലേ വരാ? പെർമിയബിലിറ്റി ആണല്ലോ, അപ്പൊ <<1 കണ്ടോ? അത് അവിടെ നോക്കിയാൽ മതി. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പെർമിയബിലിറ്റി കണ്ടോ? 0യുടെയും 1ന്റെയും ഗ്യാപ്പിൽ <<1. ക്ലിയർ അല്ലേ? ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സസെപ്റ്റിബിലിറ്റി ചോദിക്കാം. ഡയാമാഗ്നറ്റിന്റെ സസെപ്റ്റിബിലിറ്റി ചോദിച്ചാൽ എന്താ എഴുതുക? നെഗറ്റീവ് ആണ് അല്ലെ? ആ ബോക്സ് നല്ലോണം പഠിക്കണം കേട്ടോ. ഇനി അത് മാത്രമല്ല അവിടെ നിന്ന് എക്സാമ്പിൾസും ചോദിക്കും അല്ലെ? നമ്മുടെ ഡയയുടെയും പാരയുടെയും ഫെറോയുടെയും ഒക്കെ എക്സാമ്പിൾസും. അപ്പൊ ആ ബോക്സ് നല്ല രീതിയിൽ പഠിച്ചാൽ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എങ്കിൽ നമ്മളിതാ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നിങ്ങൾ പ്രീവിയസ് ഇയറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 സബ്സ്റ്റൻസ് ആരൊക്കെയാ? പി ആൻഡ് ക്യൂ. 2 സബ്സ്റ്റൻസ് ഉണ്ട്, പിയും ക്യൂവും. ഞാൻ അവിടെ എഴുതുന്നുണ്ട്, കയ്യോടെ തന്നെ എഴുതുന്നുണ്ട്, പിയും ക്യൂവും. 2 സബ്സ്റ്റൻസ് ആരാണെന്ന് അറിയില്ല. ഓക്കെ, ഹാവ് ദിയർ റിലേറ്റീവ് പെർമിയബിലിറ്റീസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആൻഡ് ലെസ് ദാൻ 1. അതായത് ഒരാളുടേത് ഗ്രേറ്റർ ദാൻ 1ഉം ഒരാളുടേത് ലെസ് ദാൻ 1ഉമാണ്. പെർമിയബിലിറ്റി ആണ് അല്ലെ? അപ്പൊ പെർമിയബിലിറ്റി ഒരാളെ ഗ്രേറ്റർ ദാൻ 1ഉം ഒരാളെ ലെസ് ദാൻ 1ഉം ആണല്ലോ. അത് ചോദിച്ചത് വാട്ട് ഡു യു കൺക്ലൂഡ് അബൌട്ട് പി ആൻഡ് ക്യൂ എന്നാണ് ചോദിച്ചേക്കണം. പിയും ക്യൂവും ആരാണ്? പിന്നെയും ക്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയ എന്താണ്? പി ഏത് മെറ്റീരിയലാണ്, ക്യൂ ഏത് മെറ്റീരിയലാണ്? ഇത്രേ ഉള്ളൂ ചോദ്യം അല്ലെ? നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ എന്താണ്? ദാ പെർമിയബിലിറ്റിയിലേക്ക് വന്നാൽ ആ ബോക്സ് തന്നെ നോക്കിയാൽ മതി അല്ലെ? ഇതാണ് പെർമിയബിലിറ്റി. സെന്ററിൽ കിടക്കുന്നതാണ് പെർമിയബിലിറ്റി. നോക്കിയേ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി 0യുടെയും 1ന്റെയും ഗ്യാപ്പിലാണ്, <<1 ആണ് അല്ലെ? പാരാമാഗ്നറ്റ് എങ്ങനെയാ വരുന്നത്? ദാ പാരാമാഗ്നറ്റ് എങ്ങനെയാ വരിക? എന്താണ്? 1നേക്കാൾ വലുതാണ്. ഫെറോമാഗ്നറ്റിന്റെ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ദാ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്റേത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1, വെരി വെരി ഗ്രേറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്ലൈറ്റ്ലി ഗ്രേറ്റർ തൊട്ട് മേളിലാണ്. പിന്നെന്താണ്? ക്യൂവിൻ്റെത് <<1 വരുന്നത് ഡയാമാഗ്നറ്റും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 1 വരുന്നത് പാരാമാഗ്നറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അറ്റ് എ ഹൈ ഇനഫ് ടെമ്പറേച്ചർ എ ഫെറോമാഗ്നറ്റ് ബിക്കംസ് എ ഡാഷ്. അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ട് സാർ ഇത് ആഡ് ചെയ്താണ്. നമുക്കറിയാം 3 ടൈപ്പ് മെറ്റീരിയൽ ആണല്ലേ? ഡയാ, പാര, ഫെറോ അല്ലെ? എപ്പോഴും മനസ്സിലാക്കുക, ഏറ്റവും സ്ട്രോങ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഫെറോ മാഗ്നറ്റ് ആണ്. ഈ ഫെറോ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഹീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയും. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞ് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ ഫെറോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞത് പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലെ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എന്താണ് ടെമ്പറേച്ചർ കൂട്ടും തോറും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞ് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ആ ടെമ്പറേച്ചർ വിളിക്കുന്ന പേര് അറിയില്ല, നോട്ട് ചെയ്ത് വെക്കുക. ക്യൂറി ടെമ്പറേച്ചർ എന്നാ വിളിക്കുക. ക്യൂറി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞ് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? പാരായിട്ട് മാറും. ആ ടെമ്പറേച്ചറാണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ ക്യൂറി ടെമ്പറേച്ചർ അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അറ്റ് ഹൈ ഇനഫ് ടെമ്പറേച്ചർ ഫെറോ മാഗ്നറ്റ് ബിക്കം എ പാരാമാഗ്നറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്? μ0യുടെ വാല്യൂ ഇതൊക്കെ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ് കേട്ടോ. 4π × 10⁻⁻⁷. കോൺസ്റ്റന്റ് അല്ലേ? വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, റൈറ്റ് ദ റിലേഷൻ കണക്ടിങ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതായത് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതും പഠിച്ചു വെക്കുക. μr = 1 + chi. സസെപ്റ്റിബിലിറ്റി ഉണ്ടല്ലോ, അതിനിപ്പം 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് പെർമിയബിലിറ്റി കേട്ടോ. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്, വേറെ പെർമിയബിലിറ്റി ഒന്നുമല്ല, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ഓക്കെ, ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പെർമിയബിലിറ്റി 3 ടൈപ്പ് അല്ലേ പഠിച്ചേക്കണം, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് μ0? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണല്ലേ. എന്താണ് μ? പെർമിയബിലിറ്റി ഓഫ് മീഡിയം ആണ്.
അതേപോലെ മ്യൂ ആർ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് റിലേറ്റീവ് പെർമിയബിലിറ്റി. സാർ ഇതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുള്ള ആ കാര്യം. ഓക്കെ, എങ്കിൽ നിങ്ങൾ മറക്കരുത്, ഇത് മിക്ക സ്ഥലത്തും പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാണ്. മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μ0 μr ആണ്. ഓക്കെ അല്ലേ? കാരണം മ്യൂ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, പക്ഷെ മ്യൂ തരില്ല അവര്, μr തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, μ0യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ മക്കളെ, എത്രയാണ് 4π × 10⁻⁻⁷. μr ക്വസ്റ്റിൽ തരും. ഇങ്ങനെയും ചെയ്യാനുള്ള പ്രോബ്ലം വരുന്നുണ്ട്, NCERT ക്വസ്റ്റിൽ വരുന്നുണ്ട് നമുക്ക്. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, μr = 1 + chi എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, m/h അല്ലേ? m എന്താണ്, മാഗ്നറ്റൈസേഷൻ, അതായത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ h. h എന്താണ്, മാഗ്നറ്റൈസിങ് ഫീൽഡ്. ശ്രദ്ധിക്കണം കേട്ടോ, m എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇതിനെ മറ്റൊരു പേരും കൂടി വിളിക്കും, മാഗ്നറ്റൈസേഷൻ. അപ്പൊ മാഗ്നറ്റൈസേഷൻ എന്ന് വെറുതെ പറഞ്ഞാലും അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും m ആണ്. ഓക്കെ, m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഡൈപോൾ മൊമെന്റ് പെർ വോളിയം ആണ്. ഓക്കെ അല്ലേ? m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഡൈപോൾ മൊമെന്റ് പെർ വോളിയം. ഇനി എമ്മിന്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആണ്, ആംബിയർ പെർ മീറ്റർ. ഓക്കെ അല്ലേ? ഇനി എന്താണ് h എന്ന് വെച്ചാൽ, നിങ്ങൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നും പറയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അതിനാ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നാണ്. പക്ഷേ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈസിങ് ഫീൽഡ് തന്നെയാണ് അല്ലെ? അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് നടക്കുന്നത്, അതുകൊണ്ട് എക്സാമിന് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്നേ ചോദിക്കുള്ളൂ, അത് h ആണ്. അതേപോലെ തന്നെ m കണ്ടുപിടിക്കാൻ മാഗ്നറ്റൈസേഷൻ എന്നേ ചോദിക്കുള്ളൂ. ഓക്കെ അല്ലേ? അത് m ആണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ചോദിക്കില്ല, NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ടേമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതാ, ഈ എമ്മിന്റെയും എച്ചിന്റെയും യൂണിറ്റ് സെയിമാ. എമ്മിന്റെ എച്ചിന്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോ കൈ എന്ന് പറയുന്ന സസെപ്റ്റിബിലിറ്റി അല്ലെ, m/h അല്ലേ മക്കളെ? രണ്ടിനും ആംബിയർ പെർ മീറ്റർ ആണ്. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നോ യൂണിറ്റ്. സസെപ്റ്റിബിലിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഓക്കെ അല്ലേ? എപ്പോഴും മനസ്സിലാക്കുക, എന്താണ് m/h എമ്മിനും എച്ചിനും ഒരേ യൂണിറ്റ് ആണ്. അതെങ്ങനെയാണെന്നും കൂടെ സാർ പറഞ്ഞുതരാം, നോക്കിയോ. m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, സ്മോൾ m/v അല്ലേ? ഇനി h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുറെ ഇക്വേഷൻസ് ഉണ്ട്, അതിലൊരു ഇക്വേഷൻ ആണ് ni. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്, ഇൻറ്റു കറണ്ട് ആണ് h കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഇനി നമുക്കറിയാം m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്മോൾ m/v ആണ്. ഇക്വേഷൻ അറിയില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എക്സാമിന് വരുന്ന പ്രോബ്ലത്തിൽ h = ni വെച്ചാണ് എപ്പോഴും ചെയ്യാൻ വരിക. ഇനി ക്യാപിറ്റൽ m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണ്ടടാ. ക്യാപിറ്റൽ m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, സ്മോൾ m/v, അതായത് ഡൈപോൾ മൊമെന്റ് പെർ വോളിയം ആണ്. ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ni ആണ് ബൈ v വോളിയം. നമുക്കറിയാം വോളിയത്തിന് നമുക്ക് അല്ലെ NIA ആണ്, ബൈ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? ഏരിയയും ഏരിയയും ക്യാൻസൽ ആയി പോയാൽ m = ni/l. n/l എന്താ, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, സ്മോൾ n ആണ്, സ്മോൾ ni. അപ്പോ h = ni, അതേപോലെ തന്നെ m = ni എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടുപേർക്ക് സെയിം യൂണിറ്റ് ആയിരിക്കൂലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, എമ്മിനും എച്ചിനും എന്താണ് ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് m/h ചെയ്യുമ്പോൾ കിട്ടുന്ന കൈക്ക് എന്തുണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ മക്കളെ? ഇത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ni ആണ്, അതേപോലെ തന്നെ m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NiA/v ആണ്. അവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ni തന്നെ കിട്ടുക. ക്ലിയർ അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ഡൈപോൾ ഈസ് ഡാഷ്. മാഗ്നറ്റിക് മൊമെന്റ് ആണ്, m ആണ് ചോദിച്ചത് അല്ലെ? m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NiA ആണ് അല്ലെ? NiA എന്ന് പറയുമ്പോൾ n നമ്പർ ഓഫ് ടേൺസ് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. I എന്ന് വെച്ചാൽ കറണ്ട് അല്ലേ? കറണ്ട് യൂണിറ്റ് ആംബിയർ. A എന്ന് വെച്ചാൽ ഏരിയ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്.
അപ്പൊ ആംബിയർ മീറ്റർ സ്ക്വയർ ആണ് എന്തിന്റെ യൂണിറ്റ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് പാരാഡയാഫെറോ ഇത് കൂടാതെ എപ്പോഴും ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് അല്ലെ. എന്താണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് സീറോ ആണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതിന്റെ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. എന്തുകൊണ്ടാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് സീറോ ആയത്? കാരണം ഇത് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം അല്ലേ മക്കളെ. നമ്മൾ ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചില്ലേ? അവിടെ സീറോ അല്ലല്ലോ. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 ക്യൂ എന്നല്ലേ പഠിച്ചത്. അവിടെ സീറോ ആയില്ല, പക്ഷെ ഇവിടെ സീറോ ആയി. എന്താ കാരണം? പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജ് ഒരൊറ്റ ചാർജ് ഉണ്ടാവുള്ളൂ. ചാർജ് എപ്പോഴും ഒരു മോണോപോൾ ആണ്. മറക്കരുത്, ചാർജ് മോണോപോൾ ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പക്ഷേ പോസിറ്റീവ് വേറെ നെഗറ്റീവ് വേറെ അല്ലേ, രണ്ടും വേറെ വേറെ അല്ലേ നിൽക്കുള്ളൂ. ഒറ്റ സിസ്റ്റത്തിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അവരുടെ അട്രാക്ഷൻ ഒക്കെ വിട്ടേക്ക്. ഒറ്റ സിസ്റ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചാർജ് എപ്പോഴും മോണോപോൾ ആണ്. പക്ഷേ നമ്മളൊരു മാഗ്നറ്റ് എടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? മാഗ്നറ്റിന് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പൊ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് പോളിൽ വന്ന് എക്സിറ്റ് ചെയ്യും അല്ലെ. അതിന്റെ എന്താ സംഭവിക്കുക? വീണ്ടും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകൂലേ. ക്ലോസ് ലൂപ്പ് അല്ലേ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എത്ര ക്ലോസ് ലൂപ്പ് എടുത്താലും ആ ക്ലോസ് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ആള് വീണ്ടും വന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്യണം. ക്യാൻസൽ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് ചാർജിന് അങ്ങനെയല്ലല്ലോ. ചാർജിന് ഒരാൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയി അല്ലെ. തിരിച്ചു വരോ? ഇല്ലല്ലോ. പക്ഷെ മാഗ്നറ്റിൽ എങ്ങനെയാണ്? നോർത്തും സൗത്ത് രണ്ട് പോളുള്ളതുകൊണ്ട് നോർത്തിൽ നിന്ന് പോയാൽ തിരിച്ച് സൗത്തിലേക്ക് വരണം, സൗത്തിൽ നിന്ന് വീണ്ടും നോർത്തിലേക്ക് പോകണം, വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എന്താ പറ്റുക? എത്ര പേര് എൻ്റർ ചെയ്യുന്നുണ്ട് അത്രയും പേര് തന്നെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട്, ക്യാൻസൽ ആയി പോവും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? സീറോ വന്നത്. ഇനി മാഗ്നറ്റ് ഒരു മോണോപോൾ ആയിരുന്നെങ്കിലോ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ. കാരണം എന്താണ്? പോയാൽ പിന്നെ വരില്ലല്ലോ. ഇത് ഡൈപോൾ ആയതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? ഗോസ് ലോ പറയുന്നത് മാഗ്നറ്റ് ഒരു ഡൈപോൾ ആണെന്നാണ്, അല്ലെങ്കിൽ മാഗ്നറ്റ് ഡൈപോൾ ആണെന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആണ് ആര്? ഗോസ് ലോ. അത് പറയാനേ സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മള് ഗോസ് ലോയിൽ പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നാണ് മക്കളെ? സീറോ ആണെന്നാണ് അല്ലേ. ഒരു ക്ലോസ് സർഫസിന്റെ. എന്തുകൊണ്ടാണ് സീറോ ആയത്? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടല്ലോ. അപ്പൊ എൻ്റർ ചെയ്ത അത്ര ആളുകൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണ്ടേ? എൻ്റർ ചെയ്ത അത്ര ആളുകൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ക്യാൻസൽ ആയി പോകൂലേ. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ എന്താ പഠിച്ച? ചാർജിൽ അല്ലെ, പോസിറ്റീവിന് പുറത്തേക്ക്, നെഗറ്റീവിന്റെ ഉള്ളിലേക്ക്. അപ്പൊ പോസിറ്റീവ് മാത്രമല്ലേ ഉള്ളൂ, മോണോപോൾ മാത്രമല്ലേ ഉള്ളൂ, പുറത്തേക്ക് മാത്രമല്ലേ പോകുന്നുള്ളൂ. നെഗറ്റീവ് ആണെങ്കിലോ ഉള്ളിലേക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ, തിരിച്ചു പോയി വന്ന് ക്യാൻസൽ ആവുന്നില്ലല്ലോ. അവിടെ മോണോപോൾ ആയതുകൊണ്ടാണ് അവിടെ സീറോ ആവാതിരുന്നത്. ഇവിടെ ഡൈപോൾ ആയതുകൊണ്ടാണ് സീറോ ആയത്. അപ്പൊ ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്തിനുള്ള പ്രൂഫാണ്? ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളതിന്റെ പ്രൂഫാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയും ചോദിക്കാം. കാരണം ഇപ്പൊ ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ആക്കുന്നില്ലേ, ഈ രീതിയിലും ചോദിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? എങ്കിൽ നമ്മുടെ 2024 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഇനി അടുത്ത വരുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് 2024 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് സാർ ആ ക്വസ്റ്റ്യൻ ഇവിടെ പ്രത്യേകം ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ എക്സസൈസിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അവർ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഭാഗത്ത് നിന്ന് വരെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്നറിയോ? മോണോപോൾ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കറിയാം മാഗ്നറ്റിന് എന്തില്ല? മോണോപോൾ ഇല്ല. മോണോപോൾ ഉണ്ടായിരുന്നെങ്കിൽ ഗോസ് ലോക്ക് എന്ത് സംഭവിച്ചേനെ? ഒന്നാമത്തെ കാര്യം അറിയാം അല്ലെ, ഡൈപോൾ ആയതുകൊണ്ടാണ് ഗോസ് ലോ സീറോ ആയി പോയത്. മോണോപോൾ ആണെങ്കിൽ ഗോസ് ലോ എന്താവില്ല? സീറോ ആവില്ല. നമുക്കൊരു പണി ചെയ്യാം. ഗോസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. ബി ഡോട്ട് ഡി എസ് ഈക്വൽ സീറോ അല്ലേ മക്കളെ? എങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താ സംഭവിച്ചേ? ദെൻ അവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് ആയിരുന്നില്ലേ അല്ലേ? അപ്പൊ ഇവിടെ എന്താ സീറോ വരാൻ കാരണം? ഡൈപോൾ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോയതുകൊണ്ടല്ലേ. മോണോപോൾ ആയിരുന്നെങ്കിൽ ക്യാൻസൽ ആയി പോകില്ലായിരുന്നല്ലോ. ദാ ഇതേപോലൊരു ഇക്വേഷൻ അവിടെ വന്നേനല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ വെച്ച് ഇവിടെ എഴുതാൻ നോക്കിയാൽ പോരാടാ. ക്വസ്റ്റിലെ പറയണ എന്താ? മോണോപോൾ ആണെങ്കിൽ എന്ത് പറ്റും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദാ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ സീറോ ആവൂലല്ലോ മോണോപോൾ ആണെങ്കിൽ.
അപ്പൊ നോക്കിയേ ദാ ഇക്വേഷനിലെ 1/ε0 അല്ലെ, നമ്മൾ ഓരോന്നിനും അനലോഗ് പഠിച്ചല്ലേ മക്കളെ. എന്താണ് 1/ε0യുടെ അനലോഗ്? μ0 ആണ്. എന്താണ്? μ0. മറക്കരുത് കേട്ടോ. 1/ε0യുടെ അനലോഗ് μ0 ആണ്. ഇനി അടുത്ത ആളാരാ? Q ആണ് അല്ലെ. Q എന്ന് വെച്ചാൽ ചാർജ് അല്ലേ. എങ്കിൽ പഠിച്ചു വെച്ചോളൂ, ദാ ഒരു മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന് 2 പോളുകൾ ഉണ്ടാവും അല്ലെ. ആ പോളിന്റെ സ്ട്രെങ്ത്, പോൾ സ്ട്രെങ്ത് നമ്മൾ QM വെച്ചാൽ ഡിനോട്ട് ചെയ്യാം. പോൾ സ്ട്രെങ്ത് എന്താ വെച്ചാൽ ഡിനോട്ട് ചെയ്യാം? QM. QM-നെ നമ്മൾ പോൾ സ്ട്രെങ്ത് എന്നാ വിളിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ QM-നെ നമ്മൾ പോൾ സ്ട്രെങ്ത് എന്നും വിളിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ചാർജ് എന്നും വിളിക്കും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ടേമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമുക്കത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡൈപോൾ അല്ല, സിംഗിൾ പോൾ ആണെങ്കിൽ അവിടെ ഓരോ എൻഡിലും ചാർജിന് പകരം ആരാ ഉണ്ടാവുക? പോൾ സ്ട്രെങ്ത് ആണ് ഉണ്ടാവുക. അതിനെ QM എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ചാർജ് എന്ന് വിളിക്കും. അപ്പൊ ഇക്വേഷൻ എന്താവും ഒന്ന് പറഞ്ഞേ മക്കളെ. ദാ ഇവിടെ നോക്കിയേ, 1/ε0 വരെ നമ്മൾ μ0 എന്ന് എഴുതിയില്ലേ. Qക്ക് വരെ എന്താ എഴുതേണ്ടത്? QM. ഇതാണ് മോണോപോൾ എക്സിസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഗോസ് ലോ ആവേണ്ട ഫോം. ഇങ്ങനെ ആവണമായിരുന്നു, പക്ഷെ ആവില്ലല്ലോ. പക്ഷെ ഇവിടെ ക്വസ്റ്റിൽ ചോദിച്ചാൽ മോണോപോൾ ഉണ്ടെങ്കിൽ എന്താവും എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ആൻസർ വരിക. എന്താണ്? ഇന്റഗ്രൽ B.ds ഈക്വൽ ടു 1/ε0 വരെ μ0, Qക്ക് വരെ QM. ആരാണ് QM? പോൾ സ്ട്രെങ്ത്, അല്ലെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് ചാർജ്. ക്ലിയർ അല്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്തരം രീതികളിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന. എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്നത് കറക്റ്റ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഈ ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിലും ഒപ്പം NCERT-യിലും ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്ന ന്യൂമറിക്കൽസ്. ഇനി ഇവിടെ ഉള്ള എല്ലാ ന്യൂമറിക്കൽസും പ്രീവിയസ് ഇയറിൽ ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന എല്ലാ ന്യൂമറിക്കൽസും NCERT-യിൽ നിന്ന് വന്നിരിക്കുന്ന ന്യൂമറിക്കൽസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ദാ ആൻ എയർ കോർഡ് സോളിനോയിഡ്, ഒരു സോളിനോയിഡ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹാസ് 1000 ടേൺസ് പെർ മീറ്റർ. 1000 ടേൺസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 1000 ടേൺസ് പെർ മീറ്റർ. ക്യാപിറ്റൽ N അല്ല, സ്മോൾ n ആണ്. എന്താ സ്മോൾ n എന്ന് വെച്ചാൽ? ക്യാപിറ്റൽ N/L, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ സ്മോൾ n-ന്റെ വാല്യൂ 1000 തന്നിട്ടുണ്ട്. ക്യാരീസ് എ കറന്റ് I. ഐയുടെ വാല്യൂ എത്രയാ? 2 ആംപിയർ ആണ്. എങ്കിൽ കണ്ടുപിടിക്കേണ്ട എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്താ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ H ആണ്. അവിടെ H തന്നോണ്ട് നമ്മൾ മറക്കൂല. പക്ഷേ വെറുതെ ക്വസ്റ്റിലെ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. ചിലപ്പോൾ നിങ്ങൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ മാഗ്നറ്റിക് ഇന്റൻസിറ്റി തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, H അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. H is equal to Ni ആണ്. അപ്പൊ എന്താ വരിക മക്കളെ? H is equal to N എത്രയാ? 1000. ഐന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 1000 × 2 എന്താ വരാ? 2000. ക്ലിയർ അല്ലേ? എന്താണ് ഇതിന്റെ യൂണിറ്റ്? Niയുടെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ. മറന്നുപോലെട്ടെ, ഞാൻ നേരത്തെ കാണിച്ചു തന്നാണ്. ഓർമ്മ? ആംപിയർ പെർ മീറ്റർ ക്യാൻസൽ ആയി പോയിട്ട് സസെപ്റ്റിബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞത്. അതാണ് സംഭവം. ക്ലിയർ അല്ലേ? എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, എ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് എ മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി 400. അപ്പോൾ എ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് 400. ഇനി the windings are insulated and carry a current of 2 ampere. Current 2 ampere ആണ്. If the number of turns is 1000 per meter, number of turns 1000 per meter ആണ്. Calculate എന്തൊക്കെയാ? മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടുപേരെ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഒരാളെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ. നമുക്ക് ഓരോന്നും ആരൊക്കെ നോക്കാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. എ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി 400. എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി?
മ്യൂ ആറിന്റെ വാല്യൂ ആണ് 400. പിന്നെ windings are insulated and carry a current of 2 ampere. I equal to 2 ampere. അടുത്തത് number of turns is 1000 per meter. Number of turns 1000 per meter ആണ്. 1000 ടേൺ അല്ല, അപ്പൊ സ്മോൾ n ആണ് 1000. എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? എച്ചും കണ്ടുപിടിക്കണം, ബിയും കണ്ടുപിടിക്കണം. എച്ച് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ എച്ച് വേണമെങ്കിൽ എൻ്റെ ഒപ്പം ഇപ്പം തന്നെ ചെയ്തോ. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NI. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 2. അപ്പൊ എന്താ വരിക? 2000 ആംബിയർ പെർ മീറ്റർ. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ എൻ്റെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ ബി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? അല്ലെ, ബി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ബി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ഓൾറെഡി പെർമിയബിലിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച്. ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. മ്യൂ ഈക്വൽ എന്താണ്? ബി ബൈ എച്ച്. എനിക്ക് അവിടെ നിന്ന് ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് എഴുതിക്കൂടെ? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയാൽ ബി ഈക്വൽ ടു മ്യൂ എച്ച് അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ആരെയൊക്കെ എന്നറിയോ? എച്ച് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ എച്ച് കിട്ടി, പക്ഷേ നമുക്ക് മ്യൂ തന്നിട്ടില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഓർമ്മ വരേണ്ടത്. എന്താണ്? മ്യൂ തരില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. മ്യൂ ചോദിച്ചാൽ μ0 μr എന്ന് പറയുന്നത് ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മ്യൂ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മ്യൂ ഈക്വൽ ടു μ0 μr എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? ബി ഈക്വൽ ടു മ്യൂക്ക് പകരം μ0 μr h. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ വരിക? ബി ഈക്വൽ ടു μ0 എത്രയാണോ? 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു μr അല്ലെ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാ? 400. അപ്പോ ഇൻറ്റു 400 ഇൻറ്റു എച്ച് നമ്മൾ കണ്ടുപിടിച്ചു 2000. ക്ലിയർ അല്ലേ? ഇനിതാ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ അല്ലേ, 4 ഇൻറ്റു 4 16 ആണ്. അതേപോലെ തന്നെ ഇൻറ്റു 2 ഉണ്ട്, അപ്പൊ 32. 32 1 2 5 സീറോസ്. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യുമ്പോൾ 1.0048 സംതിങ് ടെസ്ലയാണ് ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1.00 അല്ലേ, നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്താക്കി എടുക്കാം? 1 ടെസ്ല എന്ന് എടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആണ്. ഒറ്റ കാര്യം മാത്രം പുതിയതായിട്ട് നമ്മൾ പഠിച്ചത്, മ്യൂ തരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? μ0 μr അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. മ്യൂ തന്നിട്ടില്ലെങ്കിൽ μ0 μr അപ്ലൈ ചെയ്യുക. μr തരും. μ0യുടെ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കണമല്ലോ. മനസ്സിലായ മക്കളെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ മാഗ്നറ്റിക് ഇന്റൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആണ് മിക്കപ്പോഴും ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത് അല്ലെ. ജസ്റ്റ് നിങ്ങളൊന്ന് മാക്സിമം എൻ്റെ ഒപ്പം, അതായത് എന്നേക്കാൾ മുമ്പ് ഒന്ന് ചെയ്യാൻ നോക്കുക. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കറണ്ട് 1 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് 2000 പെർ മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കും ഇതേ ആൻസർ തന്നെ കിട്ടുന്നുണ്ടാന്ന് നോക്കുക കേട്ടോ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലേ, എച്ച് അല്ലേ. എച്ച് സിക്കൽ NI ആണ്. എന്നിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത് ഇവിടെ? 2000 ഇൻറ്റു കറണ്ട് 1 ആണ്. അപ്പൊ വീണ്ടും കിട്ടി 2000 ആംപിയർ പെർ മീറ്റർ. ഓക്കെ. അതേപോലെ തന്നെ ബി അല്ലേ കണ്ടുപിടിക്കേണ്ട അടുത്തത്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പൊ ബി ഈക്വൽ മ്യൂ എച്ച്. അപ്പൊ ബി ഈക്വൽ ടു എന്താ പറയാ? μ0 μr h അല്ലെ. മ്യൂക്കാല μ0 μr അല്ലേ കൊടുക്കണ്ട. ഇനി ബി ഈക്വൽ ടു μ0 എത്രയാണ്? നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻⁷ അല്ലെ. μr 200 ഇൻറ്റു h 2000 ആണ് അല്ലെ. നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്താൽ നമുക്ക് അവസാനം ബി ഈക്വൽ ടു 0.5024 സംതിങ് കിട്ടും. ചെറിയ വേരിയേഷൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ബി ഈക്വൽ എങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0.5 ടെസ്ല എന്ന് എഴുതാം. ഇതേ ആൻസർ എന്നേക്കാൾ മുമ്പ് കിട്ടണം, അതാണ് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടുന്നത്. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതില മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു.
ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ ചാൻസും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ക്ലോസ്ലി വൂണ്ട് സോളിനോയിഡ് ഓഫ് 800 tons പെർ മീറ്റർ ഇല്ല, അപ്പൊ അത് ക്യാപിറ്റൽ N ആണ്, 800 tons, ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.5 into 10⁻⁻⁴ meter square. അതായത് ഏരിയ തന്നിട്ടുണ്ട് 2.5 into 10⁻⁻⁴ meter square. ക്യാരീസ് എ കറണ്ട് ഓഫ് 3 ampere. അവിടെ കറണ്ട് എത്രയാ? 3 ampere. എല്ലാം തന്നിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം എന്താണെന്നറിയോ? വാട്ട് ഈസ് ഇറ്റ്സ് അസോസിയേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ്? എന്താ മക്കളെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? M is equal to NIA. M is equal to NIA. അപ്പൊ എന്താ വരിക? M is equal to N 800 ആണ്. അതേപോലെ തന്നെ I എത്രയാ? 3 ആണല്ലേ. അതേപോലെ തന്നെ എയുടെ വാല്യൂ, ഐന്റെ വാല്യൂ 3 ആണ്. അതേപോലെ എയുടെ വാല്യൂ 2.5 into 10⁻⁻⁴ ആണ് അല്ലേ. അപ്പൊ നമ്മൾ 3 into 2.5 ചെയ്താൽ 7.5 കിട്ടും. ഇൻറ്റു 800 ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഫൈനൽ ആൻസർ 600 into 10⁻⁻⁴ എന്ന് കിട്ടും. നമ്മൾ അതിനെ സോൾവ് ചെയ്താൽ 0.06 ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. 600 അല്ലേ, 2 0 ഇല്ലേ, 10⁻⁻⁴ എന്ന് വെച്ചാൽ എന്താണ്? 4 0 വെച്ച് അതിനെ കട്ട് ചെയ്യണം എന്നല്ലേ. അപ്പൊ 2 0 കട്ടായി പോയി, 2 0 പോയിന്റിലേക്കും കയറി. അങ്ങനെ നമ്മൾ എന്ത് എഴുതി? 0.06 ആംബിയർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ മക്കളെ? അപ്പോ ഇതെന്താണ്? M കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, M is equal to NIA ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എങ്കിൽ ദാ നമ്മള് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് നോക്കിക്കോളാം. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 degree with a uniform external magnetic field of 0.25 Tesla experience a torque of magnitude 4.5 into 10⁻⁻² joule. What is the magnitude of magnetic moment? ഒന്നുകൂടി നോക്കുക. A short bar magnet is placed with its axis at 30 degree with a uniform external magnetic field of 0.25 Tesla എന്ന് വെച്ചാൽ 0.25 ടെസ്ല ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ബിയുടെ വാല്യൂ 0.25 ടെസ്ല. ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു ബാർ മാഗ്നറ്റിനെ അല്ലെ, ഒരു ബാർ മാഗ്നറ്റിനെ 30 ഡിഗ്രി ആംഗിളിലാണ് വെച്ചേക്കണത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ, നമ്മൾ ലാസ്റ്റ് പഠിച്ചൊരു ടോപ്പിക്കാണ്. എന്താണ്? ഒരു ബാർ മാഗ്നറ്റിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയോ? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഏതുപോലെ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ, ഒരു ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പഠിച്ചില്ലേ മക്കളെ? അതേപോലെ തന്നെ ഡൈപോളിന് പകരം ബാർ മാഗ്നറ്റ്, ഇലക്ട്രിക് ഫീൽഡിന് പകരം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്താണ് നമ്മൾ പുതിയതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളില് ആരെ വെച്ചാൽ? ബാർ മാഗ്നറ്റിനെ വെച്ചാൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ അല്ലെ? ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M ക്രോസ് B ആണ്. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പറഞ്ഞിരുന്നത്. അപ്പൊ എന്താണ്? ഒരു ബാർ മാഗ്നറ്റിനെ എവിടെ വെച്ചാല്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോയ്ക്കൽ M ക്രോസ് B അല്ലെങ്കിൽ MB sin θ എന്ന് എഴുതിക്കൂടെ? ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ കണ്ടുപിടിക്കണം നമുക്ക്? മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ, M അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്കിതാ ഇവിടെ നിന്ന് ഈ M മാത്രം മതി. അപ്പൊ M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ എഴുതാ? M equal to ടോ ബൈ B sin θ. ക്ലിയർ അല്ലേ? അപ്പൊ ടോ ബൈ B sin θ അല്ലേ. M equal to എന്താ ടോയുടെ വാല്യൂ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോയുടെ വാല്യൂ ഇതാ 4.5 into 10⁻⁻² ജൂൾ. ഓക്കെ അല്ലേ? ടോർക്കിന് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ, അത് ജൂളിനോട് ഈക്വൽ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ജൂൾ എന്ന് എഴുതാം. അപ്പൊ ജൂൾ കണ്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവണ്ട. ജൂൾ എനർജിയും വർക്കൊക്കെ അല്ലേ, അപ്പൊ പിന്നെ എന്താണ് സാർ ഇവിടെ ജൂൾ എന്ന് ഉപയോഗിച്ചതെന്ന് ആലോചിക്കേണ്ട. ടോർക്കിന്റെ യൂണിറ്റ് എന്താ?
ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, അത് ജൂളിനോട് ഈക്വൽ ആണ്, അതുകൊണ്ടാണ് ജൂൾ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, എമ്മിന് പകരം നമ്മൾ എന്ത് എഴുതി? 4.5 × 10⁻⁻² ജൂൾ എന്ന് എഴുതി. എങ്കിൽ ദാ ബൈ ബി എത്രയാ മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് 0.25 ടെസ്ല. അത് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, കഴിഞ്ഞിട്ടില്ല. സൈൻ തീറ്റ ഉണ്ടല്ലോ, ആംഗിൾ അല്ലേ, അപ്പൊ സൈൻ 30. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ് അല്ലേ. എം ഈക്വൽ ടു 4.5 × 10⁻², 0.25 × 1/2. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ പറ്റുക? 2 മേളിലേക്ക് പോവും. നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാന്നറിയോ? 2 മേളിലേക്ക് പോകുമ്പോൾ 2 × 4.5 എന്ന് പറയുമ്പോൾ 9.5 × 10⁻² ഡിവൈഡ് ബൈ 0.25 വരും. ഓക്കെ അല്ലേ? നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.36 കിട്ടും ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എം എസ് ഈക്വൽ എന്താ കിട്ടുക? 0.36 കിട്ടണം കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? 0.36. ഓക്കെ അല്ലേ? ഇനി എമ്മിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് എമ്മിന്റെ യൂണിറ്റ്? എമ്മിക്കൽ NIA അല്ലേ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ആംബിയർ മീറ്റർ സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ കറണ്ട് അല്ലല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. കറണ്ട് ആണെങ്കിൽ നമ്മൾ ആംബിയർ വെച്ച് പറയേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ യൂണിറ്റും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സിമ്പിൾ ആണ്, നോക്കിയോ. ടോ ഈക്വൽ ടു, സോറി ടോ അല്ല, എം ഈക്വൽ ടോ ബൈ ബി സൈൻ തീറ്റ അല്ലേ മക്കളെ. ഞാൻ പറഞ്ഞു ടോ നമുക്ക് ജൂൾ വെച്ച് എഴുതാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ടോയുടെ യൂണിറ്റ് ജൂള്. പെർ ബി ടെസ്ല അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ടെസ്ല സൈൻ തീറ്റക്ക് യൂണിറ്റ് ഇല്ലല്ലോ. അപ്പൊ ജൂൾ പെർ ടെസ്ലയാണ് ഇവിടെ യൂണിറ്റ് വരേണ്ടത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. പക്ഷെ ഈ സിറ്റുവേഷൻ അടുത്ത് മാച്ച് ആവൂലല്ലോ, കാരണം കറണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ജൂൾ പെർ ടെസ്ല എന്നും നമുക്കിത് ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? ഇതൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. 4th ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗവും 5th ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിനു മുമ്പ് എക്സാമിന് CBSEക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതേ കൺസെപ്റ്റിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക് അല്ലേ. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് M ഈക്വൽ ടു 0.32 ജൂൾ പെർ ടെസ്ല അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് അതിന്റെ യൂണിറ്റ് എഴുതിയാണ് അല്ലേ. എന്താണ്? ജൂൾ പെർ ടെസ്ല. അതേ യൂണിറ്റ് ആണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് 0.32 ജൂൾ പെർ ടെസ്ല. സാർ ഇതിന്റെ കൺസെപ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.15 ടെസ്ല. ഇത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് തന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.15 ടെസ്ലയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് ദ ബാർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഫീൽഡ് വിച്ച് ഓറിയന്റേഷൻ വുഡ് കറസ്പോണ്ട് ടു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലെ. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും, പക്ഷെ കുറെ പേര് ഇത് മറന്നു പോയിട്ടുണ്ടാവും. എന്താണ് കാര്യം സാർ പറഞ്ഞുതരാം, നോക്കിയോ. അതായത് ഞാൻ ഇവിടെ ഒരു വരക്കാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യെല്ലോ വെച്ച് ഷെയ്ഡ് വെക്കണം. ഞാനൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത്, അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആരെയെന്നറിയോ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു ബാർ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്തു. ആരെയാ പ്ലേസ് ചെയ്ത്? ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തു. എന്താ സംഭവിക്കുക? എല്ലാവർക്കും അറിയാം അല്ലെ. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ആ ടോർക്ക് ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങായിരിക്കും അല്ലേ. നമ്മൾ ഇറക്കി കൊടുത്താണോ? അല്ല. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളില് നമ്മൾ ബാർ മാഗ്നറ്റിനെ വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടോർക്ക് അത് കിടന്ന് ഇങ്ങനെ അല്ലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. അത്രയും കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ തൊട്ട് മുമ്പത്തെ ടോപ്പിക്കിൽ നമ്മൾ അത് പറയുകയും ചെയ്താണ്. ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M × B ആണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഞാൻ പറയുന്നതാണ്, എനിക്കതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അതായത് സ്വന്തമായിട്ട് ടോർക്ക് കാരണം റൊട്ടേറ്റ് ചെയ്തല്ല, എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. കാരണം എന്താണ്? ടോർക്ക് കാരണം ഓൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമല്ല എനിക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു
എക്സ്ട്രാ വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടി? റൊട്ടേറ്റ് ചെയ്യാൻ. ആർക്കെതിരെ? എഗെയിൻസ്റ്റ് ടോർക്ക്. അപ്പോ ടോർക്ക് കാരണം ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ കിടന്ന് ബാർ മാഗ്നറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എക്സ്ട്രാ കറക്കണമെങ്കിൽ, അല്ലെ, എക്സ്ട്രാ ഞാനൊന്ന് ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യണം. കാരണം എന്താണ്? അവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ആ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ടോർക്ക് കാരണം എന്ത് ചെയ്യുക? ടോർക്ക് കാരണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ടോർക്ക് കാരണം അവിടെ ഇങ്ങനെ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എക്സ്ട്രാ അതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താ മക്കളെ ചെയ്യേണ്ടത്? ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്യണമല്ലോ. ആ വർക്കിനെയാണ് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. ഓക്കെ അല്ലെ? ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -m.b ആണ്. ഡോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, -mb cos θ ആണ്. ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം, അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്താൽ അതിന് എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യണ്ടേ? ആ വർക്കാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുക. ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് -m.b അല്ലെങ്കിൽ -mb cos θ. അതില് θ = 0 ഡിഗ്രി അല്ലെ, നമ്മൾ അതിനെ അനക്കിയിട്ടേ ഇല്ല. ഇതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതേപോലെ തന്നെ θ = 180 ഡിഗ്രിയാണ് നമ്മൾ എന്ത് വിളിക്കാന്ന് അറിയോ? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അപ്പൊ θ = 0 ഡിഗ്രി നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതേപോലെ തന്നെ θ = 180 ഡിഗ്രി നമ്മൾ എന്ത് വിളിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അറിയാത്തവർ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടാ. നമ്മുടെ ടോർക്കിൽ നമ്മൾ പഠിച്ച കേസ് തന്നെ, ഫസ്റ്റത്തെ ചാപ്റ്ററിൽ അതേ സംഭവം തന്നെ, സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? Which orientation would correspond to its stable equilibrium and unstable equilibrium എന്നാണ് അല്ലെ. ഏത് ഓറിയന്റേഷൻ, ഏത് ആംഗിൾ ആണെന്നാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം 0 ഡിഗ്രി, അതേപോലെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം 180 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞല്ലോ നമ്മളിപ്പോ. ഇനി ഓരോ കേസിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയില്ലേ? ഇപ്പോൾ കണ്ടുപിടിക്കാലോ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. നമ്മൾ പഠിച്ചല്ലേ ഓരോ കേസിലും ഏതൊക്കെ ആംഗിൾ വരും എന്നുള്ളത്. അപ്പൊ ഓരോ കേസിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് ആദ്യം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലെ കണ്ടുപിടിക്കാം. എന്താ മക്കളെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം? θ = 0 ഡിഗ്രി അല്ലെ. എന്താണ് യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? -mb cos θ, m.b cos θ. ഓക്കെ അല്ലെ. അപ്പൊ u = -mb cos 0. എന്താ cos 0? 1 ആണല്ലേ. അപ്പൊ u = -mb. ഓക്കെ അല്ലെ. ഇനി എമ്മിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ കണ്ട, എമ്മിന്റെ വാല്യൂ 0.32 ജൂൾ പെർ ടെസ്ല. അപ്പൊ എമ്മിന്റെ വാല്യൂ 0.32 ജൂൾ പെർ ടെസ്ല. ബിയുടെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.15 ടെസ്ല. അപ്പോ 0.15 ടെസ്ല ഇട്ടുകൊടുത്ത് സോൾവ് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കാം നമുക്ക്. u = -0.32 × 0.15. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും -0.048 ജൂൾ എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി അല്ലേ, എനർജി അല്ലേ, അപ്പൊ ജൂൾ അല്ലേ. അപ്പൊ 0.048 ജൂൾ. വേണമെങ്കിൽ എനിക്ക് ഇതിനിങ്ങനെ എഴുതാലോ. u = -4.8 × 10⁻⁻² ജൂൾ എന്ന് എഴുതാലോ. എങ്ങനെ വന്നു? 0.48 അല്ലേ. ഞാൻ 2 പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റി. റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നതോറും പവർ കുറയണം. അപ്പൊ 2 പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ -2. സിമ്പിൾ കാര്യം അല്ലേ. അപ്പൊ നിങ്ങൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ചെയ്യാൻ മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ആൻസർ കിട്ടണം കേട്ടോ. അപ്പൊ എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? ആംഗിൾ 0 ഡിഗ്രി ആവുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ആംഗിൾ 180 ഡിഗ്രി ആവുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം, പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോ നമ്മളിതാ അൺസ്റ്റേബിളും കൂടി കണ്ടുപിടിക്കാം. അൺസ്റ്റേബിൾ എളുപ്പമാണ് കുറച്ചും കൂടി. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം u = -m.b. അപ്പൊ u = mb cos θ. അൺസ്റ്റേബിൾ ആവുമ്പോൾ θ = എത്ര ഡിഗ്രി ആണ് മക്കളെ? 180 ഡിഗ്രി ആണ് അല്ലെ.
അപ്പോൾ യു ഈക്വൽ ടു മൈനസ് എം ബി കോസ് 180. എന്താണ് കോസ് 180? -1 ആണ്. അപ്പോൾ യു ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു -1 അല്ലേ? മൈനസും പോസിറ്റീവായി പോയി. അപ്പോൾ യു ഈക്വൽ ടു എം ബി അല്ലേ? എമ്മിൻ്റെ വാല്യൂ ദാ 0.32, ബിയുടെ വാല്യൂ 0.15. ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയോ? ദേടാ മൈനസ് എം ബിയുടെ വാല്യൂ നമുക്ക് -4.8 ഇൻറ്റു 10⁻² ജൂൾ കിട്ടിയില്ലേ? എം ബിയുടെ വാല്യൂ എന്തായിരിക്കും? 4.8 ഇൻറ്റു 10⁻² ജൂൾ. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിൽ മെജോറിറ്റി കിടക്കുന്ന ലാസ്റ്റ് ഭാഗത്തെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക? എന്തായാലും ചെയ്ത് നോക്കണം. കാരണം ഇത് എൻ സി ആർ ടി എടുത്ത പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റിനും ഇനി ചോദിക്കാത്ത ക്വസ്റ്റിനും ഉണ്ട് ഇതിൽ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രയോറിറ്റി കൂടുതലാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും. കാരണം വെയിറ്റേജ് കൂടുതലല്ലേ ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ? അപ്പോൾ റിവിഷനായിട്ട് ഒരു തവണ കൂടി ചെയ്ത് നോക്കുക. വെറുതെ ലൈവ് കണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി ചെയ്യുക. ഇനി അതിലേതെങ്കിലും ടോപ്പിക്ക് ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ ആ ടോപ്പിക്ക് ഓർമ്മയില്ല എന്നാണെങ്കിൽ ഞാൻ കുറച്ച് ടോപ്പിക്കൊക്കെ ടോപ്പിക് വൈസാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഭാഗം പൗസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് എടുക്കുക. നോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? പോർഷൻ നോക്കിയിട്ട് വന്നിട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? നമ്മളിവിടെ കുറച്ചധികം കാര്യങ്ങളിവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാപ്റ്റർ സിമ്പിളാണ്. കുറച്ച് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. അത് നമ്മളിപ്പോൾ ചെയ്യാൻ പഠിച്ചതല്ലേ? പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി ഫർദർ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിച്ച് ഈ റിവിഷനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിന് വരുന്ന 5 മാർക്കും അതേപോലെ തന്നെ ഈ ക്രിസ്മസ് എക്സാം പോലത്തെ എക്സാമുകൾക്ക് വരുന്ന വലിയ മാർക്കുകളും കാര്യങ്ങളൊന്നും പോകില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.